ഒരിക്കലും സാറ്റലൈറ്റിനെ ആശ്രയിച്ച് മാത്രമായിരുന്നില്ല മലയാളത്തിൽ സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു പ്രത്യേക സമയത്ത് ഈ സാറ്റലൈറ്റുകൾ ആയി സിനിമയുടെ നിയന്ത്രണം. ആ സമയത്താണ് ഒരുപാട് പേര് ഈ പറഞ്ഞ നമ്മുടെ മലയാളി ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലത്ത് കേട്ട ടേബിൾ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടത്. എന്തുകൊണ്ടാണ് ഇത്, ആരാണിത് വരുത്തി വെച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് ചാനലുകൾ ഞങ്ങൾ ഇത്ര രൂപ കൊടുക്കുന്നില്ല, നിങ്ങൾ സിനിമ എടുക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും ഇവിടുത്തെ കുറേ ആളുകളുടെ തെറ്റായിട്ടുള്ള പ്രവണത കൊണ്ടാണ്. അവർ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് കാശ് വാങ്ങാമെന്ന് കരുതിയത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു നല്ല സിനിമ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ 1.5 കോടി രൂപ മുടക്കി, എനിക്ക് 2 കോടിക്ക് ഞാൻ വിറ്റു, എനിക്ക് 50 ലക്ഷം രൂപ ലാഭം. ഇതാണ് സിനിമ എന്ന് കരുതി വന്ന ഒരു കൂട്ടം ആൾക്കാർ മലയാള സിനിമയെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവർക്ക് ചാനലുകളിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ സിനിമ ലാഭമാണ് എന്ന് പറയും. പക്ഷെ ആ സിനിമകൾ എത്ര ദിവസം ഓടി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ സങ്കടം വരും. അപ്പോൾ ചാനലുകൾക്ക് അവരുടേതായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവർ സ്വാഭാവികമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കും, കാരണം അവർക്ക് നിർബന്ധമില്ല. പക്ഷേ നല്ല സിനിമ ചെയ്യുക എന്നുള്ള ബോധ്യത്തോടുകൂടി വരുന്ന ഒരു സംവിധായകനും ഒരു നിർമ്മാതാവിനും മലയാളത്തിലെ പ്രേക്ഷകൻ അവനെ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് ഏറ്റവും നല്ല ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഓടിയ 2 സിനിമകൾ നോക്കുക. എനിക്ക് തോന്നുന്നില്ല ഹൗ ഓൾഡ് ആർ യു വിറ്റോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഹൗ ഓൾഡ് ആർ യു വളരെ ഗംഭീര വിജയമാണ് ആ സിനിമ. മഞ്ജു വാര്യരോടുള്ള മലയാളിയുടെ ഇഷ്ടമുണ്ട് അതിനകത്ത്. അതുമാത്രമല്ല, അതൊരു നല്ല സിനിമ എന്ന് വെച്ചാൽ, നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിനെ ജനം ഏറ്റെടുത്തു. അത് ചാനലുകൾക്ക് വിറ്റാലും വിറ്റില്ലെങ്കിലും അതിന് ലാഭം ഉണ്ടായി. ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. ദൃശ്യം പോലൊരു സിനിമ വൻ ഹിറ്റായി. ഇപ്പം അതുകൊണ്ട് നല്ല സിനിമകളെ അംഗീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം മലയാളത്തിലുണ്ട്. അപ്പോൾ അത് നല്ല സിനിമ കൊടുത്തെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അതല്ല, സാറ്റലൈറ്റാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട മാനദണ്ഡമെങ്കിൽ അതിന് കുറച്ച് പ്രശ്നമുണ്ടാകും. അപ്പോൾ അത് സാറ്റലൈറ്റ് വേണോ നല്ല സിനിമ ഉണ്ടാക്കാനുള്ള തൻ്റെ ഇടമുള്ള നിർമ്മാതാവും സംവിധായകനും ഉണ്ടോ എന്നുള്ളിടത്താണ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അതും സിനിമാക്കാർ തന്നെ കൃത്യമായിട്ട് അതിന് ഉത്തരം കണ്ടെത്തണം. അല്ലാതെ നമ്മളെപ്പോഴും നമ്മൾ സിനിമയെ ഡിപ്പെൻഡ് അല്ല, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു നമ്മളുടെ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പ്രിൻ്റ് ഓർ മറ്റ് വിഷ്വൽ മീഡിയ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. ഇത് ന്യൂ ജനറേഷൻ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് ആർട്ട് സിനിമയാണ്, അല്ലെങ്കിൽ ആർട്ട് സിനിമകൾ പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഉച്ചപ്പടങ്ങൾ എന്നുള്ള പേരിൽ. പക്ഷേ ഒരു നല്ല സിനിമ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട നമ്മളുടെ വെല്ലുവിളി ഇരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം 5 സുന്ദരികൾ എഴുതുന്ന സമയത്ത് കുള്ളൻ്റെ ഭാര്യ കണ്ടാൽ ഇതൊരു നല്ല സിനിമയാണ്, ഇതൊരു ആർട്ട് സിനിമയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ന്യൂ ജനറേഷൻ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നല്ല സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ മുന്നറിയിപ്പ് പോലെ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ധാരണകളൊന്നുമില്ല. അതിന് കൃത്യമായിട്ട് ഈ സിനിമ ഒരു മോശം സിനിമയാവരുത്, ഇത് മനുഷ്യർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണം, ഇതൊരു നല്ല സിനിമയാവണം. പിന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതുന്ന ഈ ഒരു സിനിമയ്ക്ക് ഒരു മിനിമം ഒരു എന്താ പറയേണ്ട ഒരു പ്രേക്ഷകനോട്, ഒരു ബുദ്ധിയുള്ള പ്രേക്ഷകനോട് സംവദിക്കാനുള്ള തലത്തിൽ നിന്നിട്ട് മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിനേക്കാൾ ബോധ്യം അത് ഡയറക്റ്റ് ചെയ്യുന്ന ക്യാമറമാനായിട്ടുള്ള വേണു എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ഈ സിനിമ ഇത് മോശം സിനിമയാവരുത്, ഇതൊരു നല്ല സിനിമയാവണം. ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരൊറ്റ തോന്നലിൽ നിന്നാണ് മുന്നറിയിപ്പ് പോലെ സിനിമ ഉണ്ടാകുന്നത്. പിന്നെ ഇത് ക്ലാസ്സാണോ, ഇത് ന്യൂ ജനറേഷനാണോ എന്നുള്ള ചർച്ചകൾ അത് നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നമേ അല്ല. അതല്ല നമ്മളുടെ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും അല്ലെങ്കിൽ നമ്മൾ സിനിമ ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകവും. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എന്താ പറയേണ്ട ഒരു കാൽവെപ്പിൽ അതെന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളത് എന്താ പറയേണ്ടത്, അതല്ലല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഒരു നല്ല സിനിമയാവണം, അതുതന്നെയാണ് അതിൻ്റെ ആദ്യത്തെയും അവസാനത്തേതുമായിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള വാക്ക്. ഒന്ന് നമ്മുടെ ജീവിതം അടുത്ത നിമിഷം എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും. കാരണം നമുക്കിപ്പോൾ നാളെ
അല്ലെങ്കിൽ മറ്റന്നാൾ എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഈ നിമിഷം വരെ, കാരണം ഞാൻ ഒരിക്കലും സിനിമയിൽ പോലും എത്തിപ്പെടുമെന്ന് വിചാരിച്ചൊരു മനുഷ്യനല്ല. എൻ്റെ ജീവിതത്തിലെല്ലാം വളരെ യാദൃച്ഛികമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ചാൽ ചെയ്യാവുന്നൊരു കാര്യവുമല്ല. അതിന് വളരെ അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യവും അതിനെക്കുറിച്ചിട്ട് ആഴത്തിലുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നൊരു പ്രവൃത്തിയാണ് സംവിധാനം എന്ന് പറയുന്നത്. അതൊരു എളുപ്പ വഴിയേ അല്ല. നല്ലൊരു അസോസിയേറ്റ് ഉണ്ടെങ്കിൽ സിനിമ ഉണ്ടാക്കാമെന്ന് കരുതുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നല്ല ക്യാമറമാൻ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കരുതുന്ന ഒരാളുണ്ട്. ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുവെങ്കിൽ എനിക്കതിനെക്കുറിച്ചിട്ട് അത്രയേറെ ബോധ്യവും എനിക്ക് ഉറപ്പുമുള്ള കാലത്ത് മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. തൽക്കാലം അത്ര ഉറപ്പ് എനിക്കില്ല. കാരണം ഞാൻ മറ്റ് വലിയ സംവിധായകരെ കണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. എഴുത്തെൻ്റെ വഴിയാണ്. എഴുതാൻ അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം. അത് നല്ല ബോധ്യവുമുണ്ട്. സംവിധാനം എളുപ്പമുള്ള വഴിയല്ല. കാരണം ഒരിക്കലും അടുത്ത് ജയസൂര്യ ചോദിച്ചു, ചേട്ടൻ സംവിധാനം ചെയ്താൽ പോരെ എന്നാണ്. കാരണം അതൊരു നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ട് ജയൻ ചോദിക്കുന്നതാണ്. ഇപ്പം അത്യാവശ്യം ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ടുള്ളൊരു പ്രൊഡ്യൂസറൊക്കെ കിട്ടാനൊക്കെ നമുക്ക് എളുപ്പമാണ് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ അങ്ങനത്തെ ഒരു സംവിധായകൻ മലയാളത്തിന് ആവശ്യമില്ല. അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഉത്തമ ബോധ്യമുണ്ടാകുന്ന ഒരു കാലത്ത് മാത്രമേ ഞാൻ സിനിമ സംവിധാനം ചെയ്യൂ.